ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ FC ഗോവയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഗോവയുടെ മൈതാനമായ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് നിലനിർത്തേണ്ടതുണ്ട്. അതിന് വിജയം അനിവാര്യമാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നില്ല. ആദ്യ പകുതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ രണ്ടാം പകുതിയിൽ സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുലികളാണ്. അതായത് ഈ സീസണിൽ ആകെ കേരള ബ്ലാസ്റ്റേഴ്സ് 30 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ 23 ഗോളുകളും ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിലാണ്. അതായത് സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം അത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ബ്ലാസ്റ്റേഴ്സിനോളം ഗോളുകൾ രണ്ടാം പകുതിയിൽ നേടാൻ മറ്റൊരു ടീമിനും ISL-ൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അതായത് ISL-ൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ച 5ാമത്തെ ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 206 അവസരങ്ങളാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് അഡ്രിയാൻ ലൂണ വരുന്നു. 45 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് നോവ സദോയാണ് വരുന്നത്. 38 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അറ്റാക്കിങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം മികവ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ കൂടുതൽ അറ്റാക്കുകൾ നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി മുതലെടുക്കാനോ അതല്ലെങ്കിൽ ഗോളാക്കി മാറ്റാനോ ക്ലബിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ പ്രതിരോധവും മോശമാണ്. കാരണം അടിച്ചതിനേക്കാൾ കൂടുതൽ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.